അച്ഛനുണ്ടോ? ഉണ്ടല്ലോ, വരൂ, അകത്തിരിക്കാം. ഇരിക്കൂ. എന്തായി, ഗവേഷണമൊക്കെ കഴിഞ്ഞു? ഇടയ്ക്ക് വെച്ച് ഗവേഷണത്തിന്റെ സബ്ജക്ട് മാറിപ്പോയി. വാസ്തുകല വിട്ടോ? വാസ്തു മാത്രം വിട്ടു. പിന്നെ കലയോട് കൂടുതൽ അഭിനിവേശം തോന്നിയതുകൊണ്ട് വാസ്തുവിന് വിടേണ്ടി വന്നു. എന്ത് കല? അത് പല കലകളുണ്ടല്ലോ. ഇപ്പോ ഈ ഹാർമോണിയം, തബല, പിന്നെ വീണ, ഇതൊക്കെ ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈ വീണയുടെ കാര്യത്തിലാണ് ഞാൻ വല്ലാതെ വീണുപോയത്. ആരോടാണ് നീ കൊഞ്ചുന്നോ? നിനക്കെന്തോടാ? അല്ല, ഞാൻ കണിയാന്റെ കയ്യിൽ ഞാനൊരു തകട് കൊടുത്തിരുന്നു. അതൊന്ന് തിരിച്ചു കിട്ടിയാൽ. എനിക്ക് സൗകര്യമില്ല തരാൻ. ഇനി ഈ വീടിന്റെ പടി അടക്കം വേണ്ട. അകത്ത് പൊടി. മര്യാദക്ക് വീടൊഴിയുന്നതാണ് അനിയന്റെയും ചേട്ടന്റെയും ആരോഗ്യത്തിനല്ലത്. അത് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഓർത്ത് സാർ അല്പം പോലും വിഷമിക്കാൻ വേണ്ട. ഇറങ്ങി പോടാ. ഇവിടെ ഇല്ലേ അവൻ? ഇവിടെ തന്നെയും പുറത്ത് കാണുന്നില്ലല്ലോ. ദാസം മാസ്റ്ററേ, എന്താ വേണ്ടത്? ഞങ്ങളെ തന്നെ കാണാനല്ല, മാഷെ കാണാനാവണോ? എന്താ കാര്യം? അത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ പിന്നെ ആരാ, പെണ്ണാണോ എന്ന് ചോദിച്ചാലിപ്പോ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് സംശയം തീർക്കുന്നത് എങ്ങനെയാ? ഉടക്കാനുള്ള പ്ലാനാണോ? ഉടക്കാനുള്ള കൈത്തരിപ്പൊക്കെ ഉണ്ട്, പക്ഷെ തണ്ടിയല്ലല്ലോ. കാര്യം പറ തോമാച്ചേട്ടാ, ഏക്കുന്നില്ല മതിയല്ലോ അടുത്ത പടി. നിന്റെ ചേട്ടനെ വിളി. മാഷെ ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പഴേ പിള്ളാച്ചന് വീടൊഴിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ താനാ ഇടങ്കോലെന്നാണ് കേട്ടല്ലോ. നേരാണോ? അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ടവരാ ഞങ്ങളൊക്കെ. ഞങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയാ എരവി മുതലാളി. എരവി മുതലാളിയുടെ ഒരു പ്രശ്നം നാടിന്റെ ഒരു പ്രശ്നമാണ്. പിള്ളേച്ചന് വീട് വേണമെന്ന് പറഞ്ഞാലേ ഒഴിയണം. കണ്ട പാലക്കാട് എന്നൊക്കെ എവിടെ നാട് ഭരിക്കാൻ നിന്നാലേ. ഉള്ള കാര്യം പറ. ഒഴിയുന്നോ അതോ ഒഴിപ്പിക്കണോ? അത് തന്നോട് പറയേണ്ട കാര്യം എന്താ? താനോ? അയ്യോ, തോമാച്ചനെ കയറി താനെന്നോ? പിന്നെ അച്ഛാന്ന് വിളിക്കണോ? വേണം, തോമാച്ചാന്ന് വിളിക്കണം. വാ ഉത്തരവ്. ഞാൻ ഇയാളെ പട്ടിന്ന് വിളിക്കാത്തത് ഇയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ടാ. നോക്കി നിൽക്കുന്നോടാ. എങ്ങാണ്ടെന്ന് വന്ന ഒരു തെണ്ടി എന്നെ പട്ടിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നോടാ. നീ എന്താ വിളിച്ചത്? പട്ടിന്നോ? വേണമെങ്കിൽ ഒരു വിശേഷണം കൂടി ആവാം. തെരുവ് പട്ടി.
ആ പിള്ളേരുടെ റൗഡികളാ. വല്ലതും പറ്റിയോ? ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. സൂക്ഷിക്കണം, ആ തോമ വിഷപ്പാമ്പാ, പോരെങ്കിൽ പിള്ളേരുടെ കമ്പനിയും. ഇനി എന്തോ സൂക്ഷിക്കാൻ? ഇനി ഇവിടെ നിറങ്ങണാൽ തലയറുത്തിടണം. നീ വാ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. പോവാ. ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. ഇടവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളേച്ച, കൊടുക്കാൻ പോയപ്പോ കൊണ്ടു കാണും ഇല്ലടോ. കൊള്ളും കൊള്ളും. കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കലായിരിക്കണം. നീ തറുതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചാൽ അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ മുതലാളി. 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ഒരുപാട് മറ്റേ വർത്തമാനം പറയുന്നത് പറയുന്നു. തോമാ ഒരു കാര്യം വെച്ചാൽ അത് നേരിട്ട് വന്നിട്ടുള്ളൂ. ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ. എന്തുവേ? ഗണകന്റെ അറ്റ കൈയൊന്ന് നോക്കിയാലോ? എന്ത് ക്ഷുദ്രം? ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങൾ വീടൊഴിയും. അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി. സാറേ. ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താത്ത പോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇനി അധികം വച്ച് നീട്ടിയ ഈ വീട്ടു പഠിക്കാൻ ഞങ്ങൾ ശവം കാണും സാറേ. അപ്പൊ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാകുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. അതെ നിന്നേ. സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ചേട്ടാ, പക്ഷേ കിട്ടിയത് പോരല്ലേ? എന്റെ ദൈവമേ, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ചാത്തനേർ നീ എന്തെല്ലാം അനുഭവിക്കണോ ദൈവത്തിനറിയാം. ഇതൊക്കെ അന്നേരം ആലോചിക്കണമായിരുന്നു. 3 പേരും 3 ഡയറക്ഷനിലോട്ട് പോകണം. എറി കണ്ടാ ഒരു സംശയം തോന്നരുത്. പിന്നെ തമ്മി എറി കൊള്ളരുത്. കൊണ്ടുകഴിഞ്ഞ് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാ പ്രശ്നമാവും. നീ ആരുടെ കമാൻഡ് വേണോ? കേട്ടല്ലേ? ലക്ഷണമുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മാറ്റി. നീ വാക്ക് വശത്തോട്ട് വയ്ക്കും. ഞാനീ ഭാഗത്ത് കാണും. എറിയുമ്പോ സൂക്ഷിക്കണേ.